നമസ്കാരം, വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം. പെരിന്തൽമണ്ണ ഖാദർ അലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിന്റെ ഫൈനൽ മത്സരത്തിൽ റഫറിയുടെ നടപടികൾ ഏകപക്ഷീയമെന്ന പരാതി. ഫൈനൽ മത്സരത്തിൽ റഫറിയുടെ നടപടികൾ ഏകപക്ഷീയമായിരുന്നുവെന്നും അതാണ് കളിക്കാരനെ പ്രകോപിപ്പിച്ചതെന്നും ഫൈനലിൽ പരാജയപ്പെട്ട അഭിലാഷ് കുപ്പൂത്തിന്റെ സ്പോൺസർമാരായ കാർഗിൽ ജൂബിലി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. കുപ്പൂത്ത് എന്ന് പറയുന്ന ഫുട്ബോൾ ടീമിനെ സ്പോൺസർ ചെയ്ത കാർഗിൽ ജൂബിലി നമ്മളാണ്. അപ്പോൾ പെരിന്തൽമണ്ണ അന്ന് നടന്ന ഫൈനലിൻ്റെ കുറച്ച് വിഷയമായിട്ട് നമ്മുടെ ഒരു റിംഷാദ് എന്ന് പറയുന്ന പ്ലെയർക്ക് സഡൻലി റെഡ് കാർഡ് കൊടുത്തൊരു വിഷയമായിട്ടാണ് നമ്മളിങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചത്. അതുപോലെ തന്നെ അതിന് ശേഷം സംഭവിച്ച ഒരു ഗോള്, അതും വിവാദമായിട്ടുള്ളൊരു വിഷയമാണ്. കാരണം നമ്മുടെ പ്ലെയർ റിംഷാദിനെ ബാക്കിൽ വന്നിട്ട് ഓപ്പോസിറ്റ് ഫിഫയുടെ റാഷിദ് എന്ന് പറയുന്ന പ്ലെയർ ഡിസ്റ്റർബ് ചെയ്യുന്ന കാലിന് ചവിട്ടണമുണ്ട്. ആൾ തിരിഞ്ഞ് ഒന്ന് ജസ്റ്റ് പുഷ് ചെയ്തു, ആൾ വീണു, ആക്ട് ചെയ്തു. അതായത് സിനുദ്ദീൻ സിദാനെ ചെയ്ത പോലെ അങ്ങനത്തെ ഒരു വിഷയവുമായിട്ട് അപ്പം തന്നെ സ്പോട്ടിൽ റെഡ് കാർഡ് കൊടുത്തു. അപ്പോൾ ഈ അമ്പയർ ഷബീർ ബാബു എന്ന് പറയുന്ന അമ്പയർ അവിടെ വരുന്നതിൽ നമുക്ക് വിയോജിപ്പുണ്ടായിരുന്നു. ഇതിന്റെ മുമ്പ് നമ്മുടെ വല്ലപ്പുഴ എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ ഈ ഷബീർ ബാബു അമ്പയറിംഗ് ഫിഫക്ക് അനുകൂലമായിട്ട് ഊതിയ ഒരു വിഷയമുണ്ട്. അന്നും ആ ഗ്രൗണ്ടിൽ നിന്ന് ഒരു പ്ലെയർ, കാളികാവിന്റെ ഒരു പ്ലെയർ ഷബീർ ബാബുവിന് കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വന്ന അമ്പയറിംഗിന്റെ പിഴവിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിലൊരു മീഡിയയെ വിളിച്ചതും സംസാരിച്ചതും. കാരണം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇതിനെ കുറിച്ച് ആളുകൾക്ക് അറിയില്ല. എല്ലാ ആളുകളും വിമർശിച്ചിട്ട് വരിക ചെയ്യുന്നത്. ഇല്ല, റിംഷാദ് ചെയ്തത് തെറ്റാണ്. പിന്നെ ഇനി ഒരു കാര്യം കൂടി പറയാം. ആ ഒരു സാഹചര്യത്തിൽ ഞാനാണെങ്കിലും ഒരു പ്ലെയർ എന്ന നിലയിൽ അങ്ങനെ തന്നെ ഉള്ളൂ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ കളി തുടങ്ങി 5 മിനിറ്റ് ആയിട്ടില്ല. കളി തുടങ്ങിയിട്ട് അത്രയും ക്രൗഡിന്റെ ഇടയിൽ വലിയൊരു കളി, അത്രയും ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു കളിയിൽ ഒരു കാർഡ് യെല്ലോ കൊടുത്തിട്ട് ഒരു എങ്ങനെ പറയാ, ചെറിയൊരു മൈന്യൂട്ട് പ്രശ്നം, 2 പേർക്കും ഒരു വാണിംഗ് കൊടുത്ത് വിടാവുന്നതാണ്. അതിന് റെഡ് കാർഡ് 2 പേർക്കും കൊടുക്കായിരുന്നു. ഇതേ വിഷയത്തിൽ ഓപ്പോസിറ്റ് പ്ലെയറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ SF. അതെന്തുകൊണ്ടാണ് അവനക്ക് റെഡ് കാർഡ് കൊടുത്തില്ല? പിന്നെ അതിന് ശേഷം വന്ന ആ കളിയിൽ തന്നെ അമ്പയറിംഗില് പാട്രിക്കിനെ ചവിട്ടിയ കുറെ വിഷയങ്ങളും മാക്സിമം ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കാർഡ് കൊടുത്തിട്ടില്ലല്ലോ. ഞാന് കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, നമ്മളെ നാട്ടിലത്തെ ഒരു ഭയങ്കര ആ കുട്ടികളെ കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാ. അങ്ങനത്തെ ടീം എത്തിക്കണമെന്നുണ്ടെങ്കിൽ എത്ര റിസ്ക് എടുക്കണം നിങ്ങൾക്കറിയാം. നമ്മളെ നാടിന്റെ സ്വപ്നമാണ് അവിടെ അവസാനിച്ചത്. ഇതിപ്പോ വലിയൊരു സംഭവം ഒന്നല്ല. ഇത് ചിലപ്പോ ഇത് കേൾക്കുന്നവർ പറയും മറ്റേ ഫിഫ വേൾഡ് കപ്പാണല്ലോ നിങ്ങൾ എടുക്കാൻ പോകുന്നതാണ് വോയിസ് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ നാട്ടിലത്തെ കുട്ടികളെ സംബന്ധിച്ചിട്ടും നമ്മളെ സംബന്ധിച്ചിട്ടും ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് ഒരു വിസിലിൽ പോയത്. ഒരു ലൈനപ്പ് ചെയ്യാൻ പോലും നമ്മുടെ ടീമിന് അവസരം കിട്ടിയിട്ടില്ല അവിടെ. ഏത് ഇൻഡയറക്റ്റ് അടിക്കുമ്പോൾ, ഡയറക്റ്റ് പെനാൽറ്റി കഴിഞ്ഞ ഇൻഡയറക്റ്റ് അത് അടിക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ പ്ലെയർ ഫ്രീ ആണ്. നമ്മുടെ പ്ലെയർ അവിടെ പ്ലെയേഴ്സ് ലൈനപ്പ് ആകുന്നതിന് മുമ്പ് വിസിലടിച്ചു. അങ്ങനെയാണ് അവിടെ ആ ഗോൾ വന്നത്. ഒരു നാടിന്റെ ഒരു സ്വപ്നമാണ് അവിടെ ഇല്ലാതെ ഒരുപാട് കുട്ടികളുടെ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവത്തില്. ഞങ്ങളെ ടീം അഭിലാഷ് കുപ്പൂത്തിനെ നമ്മൾ സ്പോൺസർ ചെയ്ത് നമുക്ക് നേരിട്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങനെ ഒരു ഇതായിട്ട് വന്നു. നമുക്കിവിടെ ഒരു അവസരം നൽകിയ ഇവിടെ ഖാദർ അലി ക്ലബ്ബാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ കാർഗിൽ ജൂബിലി വരുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ കുപ്പൂത്തിന്റെ മാനേജർ ആസിഫ് അതുപോലെ അവരുടെ ടീമുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് ഈ അമ്പയർക്കെതിരെ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഖാദർ അലി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിൽ റഫറിയുടെ നടപടികൾ ഏകപക്ഷീയമായിരുന്നുവെന്നും അതാണ് കളിക്കാരനെ പ്രകോപിപ്പിച്ചതെന്നും ഫൈനലിൽ പരാജയപ്പെട്ട അഭിലാഷ് കുപ്പൂത്തിന്റെ സ്പോൺസർമാരായ കാർഗിൽ ജൂബിലി ക്ലബ്ബ് ഭാരവാഹികൾ പറഞ്ഞു. ഖാദർ അലി ക്ലബ്ബ് പരമാവധി സഹായവും പിന്തുണയും നൽകി. സെവൻസ് ഫുട്ബോൾ അസോസിയേഷനാണ് റഫറിമാർക്ക് ചുമതല നൽകുന്നത്. ഈ ടീമിലെ കളിക്കാരനെതിരെ ചുവപ്പ് കാർഡ് കാണിച്ച സംഭവവുമായി ബന്ധപ്പെട്ട റഫറിമാർക്ക് മർദ്ദനമേറ്റിരുന്നു. പുതിയ റഫറിയെ ഇറക്കിയാണ് പിന്നീട് കളി പുനരാരംഭിച്ചത്. കളി തുടങ്ങിയ നിമിഷങ്ങൾക്കകമായിരുന്നു സംഭവം. ഇതേ തുടർന്ന് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ അഭിലാഷ് കുപ്പൂത്ത് ടീമിലെ കളിക്കാരന് ടൂർണമെന്റുകൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ക്ലബിന്റെ വിശദീകരണം. കളി തുടങ്ങി 5 മിനിറ്റിനിടെയാണ് തങ്ങളുടെ കളിക്കാരന് അകാരണമായി റെഡ് കാർഡ് നൽകിയതെന്നും ഇത് കളിയിലുള്ള ടീമിന്റെ താൽപര്യമില്ലാതാക്കിയെന്നും ആരോപിച്ചു. ഈ കളിക്കാരനെ എതിർ ടീമിലെ മറ്റൊരു കളിക്കാരൻ പിറകിൽ നിന്ന് കാലിന് ചവിട്ടിയിരുന്നു. ഇതേ തുടർന്നാണ് ഇരു കളിക്കാരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായത്. എന്നാൽ ഉടൻ ഒരു കളിക്കാരന് മാത്രമേ
ഏകപക്ഷീയമായ റെഡ് കാർഡ് നൽകുകയായിരുന്നു. ഇതാണ് റഫറിക്കെതിരെ കളിക്കാരൻ പ്രതിഷേധിക്കുവാൻ കാരണം. കയ്യേറ്റം ചെയ്ത കളിക്കാരന്റെ നടപടിയെ ന്യായീകരിക്കുകയല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ റഫറിക്കെതിരെ കളി തുടങ്ങുന്നതിന് മുൻപ് പരാതി പറഞ്ഞിരുന്നു. മുൻപും ഇദ്ദേഹത്തിനെതിരെ ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. റഫറിക്കെതിരെ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മാനേജർ നിഷാദ് ആലിക്കൽ, സെക്രട്ടറി ഹാരിസ് ചാത്തല്ലൂർ, നിസാർ ജഡേജ എന്നിവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. Jam June Hypermarket, exceeding expectations.